അസ്സലാമു അലൈക്കും. ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റമദാൻ 4ാമത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് ഇന്നലെ ദിവസത്തെ രാവിലെ മുതൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം നമ്മളെ നോമ്പ് തുറക്കുള്ള വിശേഷങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണേ. ഇന്ന് നമ്മൾ ഈ വീഡിയോ വരുന്ന ഈ ദിവസമാണ് കേട്ടോ എഡിറ്റ് ചെയ്തത്. ഇന്നലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വൈകുന്നേരം എഡിറ്റൊന്നും ചെയ്യലൊന്നും നടന്നിട്ടില്ല. ഇന്ന് വീഡിയോ വരുന്ന ഒരുപാട് താമസിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ആക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷവും പഠനോത്സവവും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമായിരുന്നേ. പോയിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ രാവിലെ എല്ലാം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഒക്കെ മാറ്റി എഡിറ്റൊക്കെ ചെയ്ത് വന്നിട്ട് സൗണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വന്നിട്ട് സൗണ്ട് കൊടുത്തിട്ട് ഇടുമ്പോൾ ഒത്തിരി താമസിക്കുമല്ലോ, ഇടാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ പെട്ടെന്ന് തന്നെ കൊച്ചിനും ചോറ് കൊടുത്തതിന് ശേഷം വന്നിരുന്നങ്ങ് എഡിറ്റ് ചെയ്യുവാണേ. അപ്പോൾ ഇന്നലെ രാവിലെ ആണെങ്കിൽ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നോമ്പില്ലാത്തവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാനല്ല കേട്ടോ, ഉമ്മച്ചി മാവൊക്കെ കുഴച്ച് തന്നത്. ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ ഉരട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ അരിമാവിൻ്റെ ഉരട്ടിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഉരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വേറെയാണ് കേട്ടോ ഉരട്ടി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഉരട്ടിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കുറച്ചധികം തേങ്ങ വേണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഉമ്മച്ചിക്ക് തിരുമ്മി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ പാല് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് മാവിട്ടിട്ട് ചെറിയ ചൂടുവെള്ളം ഉണ്ടല്ലോ, വാട്ടവെള്ളം. നമ്മൾ അരിമാവാണെങ്കിൽ നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ ഉരട്ടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പക്ഷേ ഗോതമ്പ് മാവാണെങ്കിൽ ചെറിയൊരു വാട്ടവെള്ളം മതി. അത് മാവിൻ്റെ തൊട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ലൂസാക്കി കുഴച്ചെടുക്കണം. അരിമാവാണെങ്കിൽ ഇങ്ങനെ കട്ടി പോലെ ഇരിക്കും. പക്ഷേ ഗോതമ്പിൻ്റെ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണം. നമ്മൾ ഓട്ടടയ്ക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിലായിരിക്കണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്തിട്ട് ഉമ്മച്ചി ഇങ്ങനെ പലകയുണ്ടല്ലോ, ഉരട്ടിയുടെ പലക, അതിൻ്റെ അച്ചാണ് കേട്ടോ, അതിൻ്റെ അകത്തിട്ടിട്ട് ഓരോന്ന് ഇങ്ങനെ പരത്തി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ കറി വെക്കാനായിട്ട് പോവുകയാണെങ്കിൽ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് സവോളയും തക്കാളിയൊക്കെ പ്രത്യേകം അരിഞ്ഞ് വെച്ചതാണ്. എൻ്റെ ചെറുതുണ്ടല്ലോ വന്നിട്ട് അത് മൊത്തം ഒരുമിച്ച് അങ്ങ് തട്ടി അങ്ങിട്ട് ഇനിയിപ്പോൾ എല്ലാവരും ഒരുമിച്ച് അതിനറിയത്തില്ലല്ലോ, എന്തായാലും കഴിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടല്ലേ വയറ്റിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് നുള്ളിപ്പറക്കാനൊന്നും നിന്നില്ല. നേരെ തന്നെ എണ്ണയിലോട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ടേ. മോളുടെ സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ ഇരുന്ന് സൗണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. വെപ്രാളപ്പെട്ട് കൊടുക്കുകയാണ്, കാരണം ടൈം അങ്ങ് പൊക്കോണ്ടേ ഇരിക്കുവാണല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് നന്നായിട്ടൊന്ന് വാടി വന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തൊക്കെയാണ് ഇട്ട് കൊടുത്ത് വാട്ടിയെന്നറിയാമല്ലോ, സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ആയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത്. അപ്പോൾ വാടി വന്നതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കും കേട്ടോ, കാരണം ഉരട്ടിക്കൊക്കെ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഒരു ഇറച്ചിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ലേശം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണേൽ ആ ഒരു ചിക്കൻ മസാല ഇച്ചിരി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ രീതിക്ക് ഞാൻ ചേർക്കും, പക്ഷേ ഇന്ന് ഉമ്മച്ചി പറഞ്ഞ് ചേർക്കരുതെന്ന്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ലേ. അതിൽ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുക്കർ അടച്ച് അടുപ്പിലോട്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് നമ്മൾ ഉരട്ടിയും കൂടെ ചുട്ടെടുത്തുകൊണ്ടേ ഇരിക്കുകയാണേ. എനിക്ക് എപ്പോഴും നമ്മുടെ അരി ഉരട്ടിയാണ് കേട്ടോ ഇഷ്ടം. അരിമാവിൻ്റെ ഉരട്ടി ഉണ്ടല്ലോ, അതിനോടുള്ളൊരു സ്നേഹം ഒരു ഇഷ്ടമൊന്നും ഇതിനോടില്ല. എന്നാലും എളുപ്പത്തിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈസിയാണല്ലോ. മറ്റേത് നമ്മൾ ഇങ്ങനെ ചെമ്പിലിട്ട് നമ്മൾ ഈ ചെമ്പട്ടിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം. തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് ആ ഒരു തേങ്ങയും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർത്ത് മാവ് ഇങ്ങനെ കുഴച്ച് ആ ചൂടോട് കൂടി തന്നെ ഉരുട്ടി പരത്തി എടുക്കാനായിട്ട് ഒരു ഇച്ചിരി മെനക്കേടാണ്. ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. കുറേ കഷ്ടപ്പെടണമെങ്കിലും ടേസ്റ്റിന് ഒരു ഇതുമില്ല കേട്ടോ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഗോതമ്പ് ഉരട്ടി പിന്നെ അങ്ങ് ഉണ്ടാക്കി ഇവർക്കൊക്കെ കൊടുത്തതേ ഉള്ളേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി ഇച്ചിരിയേ വെച്ചിട്ടുള്ളൂ കേട്ടോ, കണ്ടില്ലേ, ഒരു ഇച്ചിരിയേ ഉള്ളൂ. നമ്മൾ ആ കുക്കറിൻ്റെ ഏറ്റവും അറ്റത്ത് പോയി കിടക്കുകയാണ്, ഇച്ചിരി മതി. രാവിലെ ഒരു 7 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉരട്ടി ഒരു 7 ഉരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാപ്പിയൊക്കെ കൊച്ചിന് കൊടുത്തിട്ട് പിന്നെ അരി ഇടാൻ വേണ്ടിയിട്ട്, ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കലവും വെള്ളം അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് കിടക്കുകയാണേ. നമുക്ക് ഗ്യാസ് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ അടുപ്പിലോട്ട് വെച്ചത്. 2-3 ദിവസമായി ഗ്യാസ് കിട്ടിയിട്ട്.
അപ്പോഴത്തേക്കും എന്താ കറിയും ഒരട്ടിയും കൂടെ ഞാൻ അതിലോട്ട് ആക്കിയതാണ്. രാവിലെ ഒരു എളുപ്പപ്പണിക്ക് സ്കൂളിലും പോകണമല്ലോ, അതുകൊണ്ട് പെട്ടെന്നങ്ങ് ആക്കാനായിട്ട് അങ്ങ് ഗ്യാസ് എടുത്തതേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിറകടുപ്പിൽ തന്നെ വെക്കത്തുള്ളൂ ഗ്യാസ് ഉണ്ടെങ്കിൽ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകി എടുക്കാൻ പോവുകയാണേ. പാത്തു നാളെ 2 ഡാൻസിനുണ്ട്. പക്ഷേ നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റും. ആ വോയിസേ അവരിട്ട് കൊടുക്കുന്ന പാട്ടിൻ്റെ വോയിസൊന്നും നമുക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ആക്കുന്നവരുണ്ട്. പിന്നെ അതിൽ നമുക്ക് ചാനൽ മോണിറ്റൈസൊക്കെ ആയി കിടക്കുന്നത് കൊണ്ട് നമ്മൾ അതിലോട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ വലിയ പ്രശ്നമാവും, നമ്മുടെ ചാനലിന് പ്രശ്നമാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്നാലും വീഡിയോ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. നാളെ എന്തായാലും വീഡിയോ ഇടാം. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ടൊന്നും നമുക്ക് പറ്റത്തില്ല. ഷോർട്ട് വേണമെങ്കിൽ ഷോർട്ടിൽ നമുക്ക് വേണമെങ്കിൽ ആ പാട്ടൊന്ന് ആഡ് ആക്കി കൊടുക്കാം. അല്ലാണ്ട് നമുക്ക് ലോങ് വീഡിയോയിൽ നമുക്കത് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഉച്ചക്കലത്തേക്ക് കറി വെക്കാനായിട്ടേ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. അത് ഉമ്മച്ചിയുടെ ചിക്കൻ കറിയാണ് കേട്ടോ. ഉമ്മച്ചി വെച്ചതാണേ, ഞാൻ വെച്ചിട്ടൊന്നും ഉള്ളതല്ല. പിന്നെ കുറച്ച് ചീര തോരനും ഉണ്ടായിരുന്നു. നല്ല നാടൻ ചീരയായിരുന്നു കേട്ടോ. ചെറിയ അധികം മുറ്റില്ലാത്ത നല്ല നാടൻ ചീരയായിരുന്നു. അതിങ്ങനെ വേരോടുകൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മണ്ണും വേരും ഒക്കെ ചേർന്നിട്ടുള്ളതായിരുന്നു. ഞാൻ അതിൻ്റെ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടേ നടാനായിട്ട് കുറച്ച് നട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയണമല്ലോ ഒന്ന് കിളിക്കും കേട്ടോ. ഉറപ്പായിട്ടും കിളിക്കും. ഇതിന് മുന്നേ തന്നെ നമുക്ക് ചീര അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് തോരന് വേണ്ടിയിട്ട് അത്യാവശ്യം കിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ ആയി. ഇത് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് വാപ്പാക്ക് ഇവിടെ അടുത്ത കടയിൽ നിന്ന് കൊടുത്തിട്ടുള്ള ചേനയായിരുന്നു കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് പോകുന്നതൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല, തെറ്റില്ലാതെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേനയൊക്കെ വെട്ടി അനിയത്തിയാണ് കേട്ടോ ചെത്തി തന്നത്. ഞാൻ ചെത്തി കഴിഞ്ഞാൽ എൻ്റെ ദേഹം മൊത്തം ചൊറിയും. ചില ആളുകൾ ചെത്തിയാൽ ചൊറിയത്തില്ല എന്ന് പറയും കേട്ടോ. പക്ഷേ ഞാൻ ചെത്തിയാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അതിൽ നിന്ന് ഇച്ചിരി വെട്ടിയിട്ട് അടുപ്പിയിടാൻ ഉമ്മച്ചി പറഞ്ഞാലും അങ്ങ് ചൊറിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തൊട്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ടേ ഞാൻ തലേന്ന് കുറച്ച് സമൂസ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് പൊരിച്ചെടുക്കാം. നോമ്പൊക്കെ പിടിച്ചിട്ട് പിന്നെ മസാല തയ്യാറാക്കി എടുക്കാനൊക്കെ. ഇന്നലത്തെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അതേ ഞാൻ ഓരോ സമൂസ ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചില്ലായിരുന്നേ, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. തലേന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടേ ഇന്നിപ്പോൾ ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി മസാലയൊക്കെ തയ്യാറാക്കി എടുക്കണമല്ലോ. അങ്ങനെ ദേ നമ്മളെ സമൂസയും പിന്നെ നമ്മുടെ മത്തങ്ങ ഇല്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ, തണ്ണിമത്തങ്ങ ഇല്ലാതെ. കുറച്ച് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുതിർത്ത് എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിയും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് കലക്കിയ വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമാണ് പ്രധാനം. നോമ്പ് തുറന്നാൽ പിന്നെ വെള്ളത്തിലാണ്. അങ്ങനെ എല്ലാം നോമ്പ് തുറക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഇഫ്താർ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.